തുടർ പ്രളയ ഭീതിയിലാണ് നേപ്പാൾ. ഇടവിട്ട് മഴ പെയ്യുന്നത് രക്ഷാപ്രവർത്തനത്തിന് വെല്ലുവിളിയാകുന്നുണ്ട്. പാലങ്ങളും റോഡുകളും ഒക്കെ തകർന്നതാണ് രക്ഷാപ്രവർത്തനം പ്രതിസന്ധിയിലാക്കിയത്. ആദിൽ പാലോട് നേപ്പാളിലെ ബിന്ദൂരയിൽ നിന്ന് തത്സമയം നമ്മളോടൊപ്പം ചേരുകയാണ്. അതിൽ നമ്മുടെ മുന്നിൽ തന്നെ കാണാം, നീണ്ടു കിടക്കുന്ന ഇടമാണ്, പ്രളയം കഴിഞ്ഞ ഇടമാണ്. സുരക്ഷിതമായ ഒരു കാലെടുത്തു വെക്കാൻ കഴിയാത്ത സാഹചര്യമുണ്ട്. അവിടുത്തെ വൈദ്യുതി ബന്ധം പൂർണ്ണമായും പോയിരിക്കുന്നു. ആശയവിനിമയ സാഹചര്യങ്ങൾ മുഴുവനുമായും ഇല്ലാതായിരിക്കുന്നു. പാലങ്ങൾ തകർന്നിരിക്കുന്നു. ഇങ്ങനെ രക്ഷാപ്രവർത്തനം പോലും അസാധ്യമായ സാഹചര്യമുണ്ട്. നേരത്തെ ഒരു മനുഷ്യനെ ചെളിയിൽ നിന്ന് വലിച്ച് പുറത്തേക്ക് എടുക്കുന്നതിന്റെ ആ ശ്രമം നമ്മൾ നേരിട്ട് കാണുകയായിരുന്നു. ഇപ്പോൾ രക്ഷാപ്രവർത്തനം തൽക്കാലം പലയിടത്തും നിർത്തിവെച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ലഭ്യമാകുന്ന വാർത്ത. കാരണം നമ്മളിപ്പോൾ നിൽക്കുന്നത് ഇത് കഴിഞ്ഞാൽ ബിദ്ദൂർ എന്ന് പറയുന്നത് ഈ പ്രശ്നബാധിത മേഖലയാണ്. ഭോട്ടേക്കോശി നദി ഈ ബിദ്ദൂർ എന്ന നഗരത്തിന്റെ സമീപത്തു കൂടിയാണ് ഒഴുകുന്നത്. ഇവിടെ നിന്നും നദിയുടെ സമീപത്തേക്കോ രക്ഷാപ്രവർത്തനം നടക്കുന്ന ഭാഗത്തേക്കോ പോലീസ് ഉദ്യോഗസ്ഥർ മാധ്യമപ്രവർത്തകരെ അടക്കം പ്രവേശിക്കാൻ അനുവദിക്കുന്നില്ല. കാരണം തുടർ പ്രളയ ഭീതി ഇപ്പോൾ ഉണ്ട്. പ്രത്യേകിച്ച് നേപ്പാൾ സർക്കാരിന്റെ മുന്നറിയിപ്പും ചൈനയുടെ മുന്നറിയിപ്പും ലഭിച്ചിട്ടുണ്ട് പ്രദേശവാസികൾക്ക്. ഇടയ്ക്കിടെ സൈറണിൽ നിന്ന് കൃത്യമായി ശബ്ദം മുഴങ്ങുന്നുണ്ട്. നദീതീരത്തുള്ളവർ മാറണം അടിയന്തരമായി മാറണം എന്ന സന്ദേശമാണ് നൽകുന്നത്. ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്ന ഇപ്പോൾ പോകുന്നത്, ഇവിടുന്ന് പല വാഹനങ്ങളും പോകുന്നത് റിലീഫുമായി പോകുന്ന വാഹനങ്ങളാണ്. ഒരു ഹെലികോപ്റ്റർ ഉയരുന്നത് നമുക്ക് കാണാം. ഇവിടുന്ന് നമുക്ക് ദൃശ്യങ്ങൾ കാണാം. ഇവിടെ ഒരു മൈതാനത്ത് നിന്നും ഹെലികോപ്റ്ററുകൾ കൃത്യമായ ഇടവേളകളിൽ ഏതെങ്കിലും ഭാഗത്ത് കുടുങ്ങിയവരെ രക്ഷിക്കാനുള്ള നീക്കം നടത്തുകയാണ്. ഇപ്പോൾ നേരത്തെ നോബിൾ പറഞ്ഞതുപോലെ രക്ഷാപ്രവർത്തനം എന്നത് ദുസ്സഹമാണ്. രക്ഷാപ്രവർത്തനം മഴ ഉള്ളതുകൊണ്ട് തന്നെ ദുസ്സഹമാണ്. ഒപ്പം മരിച്ചു എന്ന് കരുതപ്പെടുന്ന മണ്ണിനടിയിൽ കുടുങ്ങിയ ആളുകളെ രക്ഷിക്കാൻ ഈ ഘട്ടത്തിൽ കഴിയില്ല എന്ന് തന്നെ നേപ്പാൾ പലപ്പോഴും സമ്മതിക്കുന്നുണ്ട്. കാരണം ആദ്യം ജീവനുള്ള ഏതെങ്കിലും ഭാഗത്ത് ആളുകൾ ഉണ്ടെങ്കിൽ, ജീവനോടെ ഉണ്ടെങ്കിൽ അവരെ, ഒറ്റപ്പെട്ടു പോയ ആളുകളെ തിരിച്ച് കൊണ്ടുവരിക, അവർക്ക് ഭക്ഷണം എത്തിക്കുക എന്നതാണ് ഇപ്പോഴുള്ള ആദ്യ ദൗത്യമായി കാണുന്നത്. ഈ ഇടയ്ക്കിടെ മഴ പെയ്യുന്നത് വലിയ പ്രശ്നമാണ്. വീണ്ടും നദിയിൽ ജലനിരപ്പ് ഉയരാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ മാധ്യമപ്രവർത്തകരെ അടക്കം നദീതീരത്തേക്കോ രക്ഷാപ്രവർത്തനം നടക്കുന്ന ഭാഗത്തേക്കോ മുൻപ് പ്രളയമുണ്ടായിടത്തേക്കോ പ്രവേശിപ്പിക്കുന്നില്ല. ഇപ്പോഴും ദുരന്ത ഭീതിയിലാണ്, തുടർ പ്രളയ ഭീതിയിലാണ് നേപ്പാൾ ഉള്ളത്. വീണ്ടും ഒരു പ്രളയം കൂടി ഉണ്ടായാൽ അത് താങ്ങാനുള്ള ശേഷി നേപ്പാളുകാർക്ക് ഉണ്ടാകില്ല എന്നത് യാഥാർത്ഥ്യമാണ്. രക്ഷാപ്രവർത്തനം പല ഭാഗങ്ങളിലായി നടക്കുന്നുണ്ട്. ഇടവിട്ട് പെയ്യുന്ന മഴ പ്രശ്നമാകുന്നുണ്ട്. മാധു, ശരി, അതിൽ പാലോടാണ് വിവരങ്ങൾ നൽകിയത്. നേപ്പാളിലെ ബിന്ദൂരിൽ നിന്നാണ് തത്സമയമുള്ള വിവരങ്ങൾ നമുക്ക് ലഭ്യമായത്. തുടർ പ്രളയ ഭീതി ഇപ്പോഴും നിലനിൽക്കുന്നു എന്നതാണ് നേപ്പാൾ ഇപ്പോൾ അഭിമുഖീകരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം.